കോഴിക്കോട് തിരുവമ്പാടിയിൽ KSEB ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതിയുടെ വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. കോഴിക്കോട് ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയ താമരശ്ശേരി തഹസിൽദാർ അജ്മലിൻ്റെ വീട്ടുകാരുമായി ചർച്ച നടത്തി. രാത്രിയായിട്ടും വീട്ടിൽ വൈദ്യുതി വന്നിട്ടില്ല. വിവരങ്ങളുമായി ഈ വീട്ടിൽ നിന്ന് സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന വീടും ഒക്കെ തന്നെ ചർച്ചകൾ സജീവമായി വെളിച്ചത്ത് നടക്കുകയും ചെയ്യുന്നു. പറയൂ സമീർ സി മുഹമ്മദ്, വിവരങ്ങൾ. SKN സൂചിപ്പിച്ചതുപോലെയാണ് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോഴും ഈ വീട് ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. ഇന്നലെയും ഇതേ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ കാണാം, മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് ഈ കുടുംബങ്ങൾ എല്ലാം തന്നെ കഴിയുന്നത്. പുറത്തും അതുപോലെ തന്നെ വീടിന് അകത്തും ഒക്കെ മെഴുകുതിരി തെളിയിച്ചുകൊണ്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. 2 ദിവസമായി വീട്ടിൽ വൈദ്യുതിയില്ല, വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നു. വെള്ളമില്ല, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊന്നും, ഒരു ഫോൺ ചാർജ് ചെയ്യാൻ പോലുമുള്ള ഒരു സാഹചര്യമല്ലാത്ത വലിയ ഒരു പ്രതിസന്ധി ഈ കുടുംബത്തിലുണ്ട്. ഒപ്പം നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് റസാഖാണ്. റസാഖിൻ്റെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ്, ഹൃദ്രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ മരുന്നുകളൊക്കെ തന്നെ ഫ്രിഡ്ജിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. പക്ഷേ 2 ദിവസമായി വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അയൽവാസികളുടെ വീട്ടിലേക്ക് മരുന്നുകൾ മാറ്റേണ്ട ഒരു ഘട്ടം ഉൾപ്പെടെ ഉണ്ടാകുന്നു. വലിയ ഒരു പ്രതിഷേധം KSEBയുടെ ഈ നടപടിയിൽ ഉണ്ടാകുന്നുമുണ്ട്. ഇപ്പോൾ അജ്മലിൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അൻസിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വലിയ ഒരു പ്രയാസത്തിലാണ്. 2 ദിവസമായി ഈ കുടുംബം ഇരുട്ടിലാണ്. നാട്ടുകാരായ നിങ്ങൾ ഉൾപ്പെടെ പലരും ഈ വിഷയത്തിലുള്ള പ്രതികരണവുമായി പ്രതിഷേധമൊക്കെ മുന്നോട്ട് വരുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ പേര് ഇതുവരെ പ്രതികരണമായിട്ട് വരുന്നുണ്ട്. കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരം തന്നെയാണ്. കാരണം ബില്ലടച്ച ഒരാളുടെ കണക്ഷൻ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പോസിബിളായിട്ടൊരു കാര്യമാണോ? അല്ല. കാരണം അങ്ങനെ ഒരു റൂളുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം ഇവർ ഈ ചെയ്യുന്നത് തന്നെ എന്താ ഒരു തെമ്മാടിത്തരമായിട്ട് തന്നെ ഞാൻ പറയും. പിന്നെ ഇവർ ഈ പാവങ്ങളെ ഈ ഇരട്ടത്ത് കിടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം അവർ ഗെഞ്ചി ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്. അതിലുപരി ഇതിലിപ്പോൾ എന്താ ഇപ്പോൾ അവരോട് പറയുക? കാരണം ഇപ്പോൾ ഇത് ഇത്രയും നേരമായി കണക്ഷൻ അവർ കൊടുത്തിട്ടില്ല. അവർക്കൊരു ഇതുണ്ടായിരുന്നെങ്കിൽ അവർ കണക്ഷൻ കൊടുക്കും. ഒരു ലെറ്ററുമായിട്ട് വന്നു. ആ ലെറ്ററിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് തരണമെന്ന്. അതായത് നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടി ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ലെറ്ററായിട്ട് വന്ന് ഇവിടെ. അതിൽ നമുക്ക് ഒപ്പിടാനും കഴിയത്തില്ല. കാരണം അജ്മലിനോടും ഷഹദാദിനോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായി പോകും നമ്മുടെ ഭാഗത്തുനിന്ന് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലും. കാരണം അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റിൽ ഈ മാതാപിതാക്കൾ ഈ ഒരു അവസ്ഥയിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ അമ്മാവനാണ്. ഇവർ ഹൃദ്രോഗിയാണ്. ഒരു ബ്ലോക്ക് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഈ മരുന്ന് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയാണിത്. ഇപ്പം അവർ പറഞ്ഞ ശരിക്കും പ്രതികാര നടപടി തന്നെയാണ് ഇതിൽ. വെച്ചാൽ KSEB പൊതുവെ ഫീസ് ഊരലാണ്. ഇതിപ്പം ചെയ്തത് അവർ പറഞ്ഞു കേട്ടില്ലേ, പോസ്റ്റിൻ്റെ മുകളിൽ കട്ട് ചെയ്തതാണ്. അതൊക്കെ എന്ത് നടപടിയാണ്? പിന്നെയെന്ന് വെച്ചാൽ അവൻ്റെ അജ്മലിൻ്റെ കയ്യിൽ ഉണ്ട് ഈ ഫോണ്. അവർ ഫുൾ ടൈം കയറുന്ന മുതൽ ഇറങ്ങുന്ന വരെ വീഡിയോ ഉണ്ട്. ആ ഫോണ് ഇപ്പം KSEBിൻ്റെ കയ്യിലാണുള്ളത്. അതിലൊക്കെ കറക്റ്റ് മനസ്സിലാക്കുക എന്താല്ല എന്നുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ പറയാനുള്ളത്. ഈ വിഷയത്തിൽ ആ ഓഫീസിൽ കയറിക്കൊണ്ട് അവിടെ വെള്ളമൊഴിച്ചു, അതുപോലെ തന്നെ കാടുവെള്ളം ഒഴിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അജ്മലും ഷഹദാദും മറ്റു തരത്തിലുള്ള ക്രൂരത കൃത്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ അജ്മലിൻ്റെ ഫോണിലുണ്ട് എന്നും ബന്ധുക്കൾ പറയുന്നു. ഏതായാലും 2ാം ദിവസവും ഈ കുടുംബം ഇരുട്ടിൽ തന്നെയാണ്, വലിയ ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇവിടേക്ക് സമീർ സി മുഹമ്മദ്, എന്തായാലും അവിടുത്തെ CCTV ദൃശ്യം കൊണ്ട് അതുകൂടി പോലീസിന് പരിശോധിക്കാവുന്നതേ ഉള്ളൂ.